PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് വരുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അപ്പോൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് കൃത്യമായിട്ട് ഏത് സമയത്താണെന്നൊക്കെ അറിയാം. പുതുതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ആദ്യത്തെ ക്ലാസ് 6 മണിക്കാണ്, കാലത്ത് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അടുത്തത് 9 മണിക്കാണ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് അടുത്ത ക്ലാസ് വരും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, ഇത്രയും ക്ലാസ് എന്ന് പറയുന്നത് ഇത് റെക്കോർഡഡ് ക്ലാസ് ആണ്. ഇതിൽ GK പോർഷൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം കവർ ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക് PYQ ഡിസ്കഷൻ ആണ് വരുന്നത്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് CA കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. ഇത് രണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ആണ് വരുന്നത്. അപ്പോൾ 2 ലൈവ് ക്ലാസ്സും 4 റെക്കോർഡഡ് ക്ലാസ്സും, ഇങ്ങനെ ടോട്ടൽ 6 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. നമ്മുടെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ എപ്പോഴും നോട്ട്സ് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നോട്ട്ബുക്ക് കയ്യിൽ വേണം, പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസവും നൽകുന്ന ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതിൻ്റെ PDF-ഉം കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും LDC LGS മെയിൻ എക്സാമിനായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണക്കിലെ ഒരു ടോപ്പിക്കാണ് ലസാഗു അഥവാ LCM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത് എല്ലാവർക്കും ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, സെക്കൻഡുകൾക്കുള്ളിൽ ഏത് സംഖ്യകൾ തന്നാലും അതിൻ്റെ ലസാഗു നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് LCM അല്ലെങ്കിൽ ലസാഗു എന്നറിയണം അല്ലേ. LCM എന്ന് വെച്ചാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ലഘുതമ സാധാരണ ഗുണിതം, ഇതാണ് അതിന് പറയുന്നത് അല്ലെ, LCM അല്ലെങ്കിൽ ലസാഗു. അപ്പോൾ അത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് LCM കാണുന്നത്? ആദ്യം നമ്മളിപ്പോൾ 3, 12 എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ LCM കാണണമെങ്കിൽ നമ്മൾ നോക്കും 3ലും 12ലും കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ 3 പോകും. അപ്പോൾ 3ൽ 3 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം പോകും. 12ൽ 3 4 പ്രാവശ്യം പോകും. ഇങ്ങനെ എഴുതി. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് പോകുന്ന നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിന് ഗുണിച്ചെഴുതും. 3 × 1 × 4 ചെയ്യും. 3 × 1 3, 3 × 4 എത്രയാണ്? 12. അപ്പോൾ 12 ആണ് നമ്മുടെ LCM. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ്. ആ മെത്തേഡ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് ഈ നമ്പേഴ്സ് കാണുമ്പോഴത്തേനും അതിൻ്റെ LCM പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് പറയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, 3, 12 എന്ന് പറയുന്ന നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിലെ വലിയ നമ്പർ ഏതാണെന്ന് നോക്കാം. വലുത് ഏതാണ്? 3, 12 എന്ന് പറയുമ്പോൾ വലുത് 12 ആണ്. ആ 12 എന്ന് പറയുന്നത് ഈ ചെറിയ നമ്പറിൻ്റെ ഫാക്ടർ ആണോ എന്ന് നോക്കാം. ഫാക്ടർ ആണോ, അല്ലെങ്കിൽ 12നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. 12ന്റെ ഫാക്ടർ ആണോ എന്ന് വെച്ചാൽ എന്താണ്? 3 കൊണ്ട് ഏതെങ്കിലും ഒരു സംഖ്യയെ ഗുണിച്ചാൽ 12 കിട്ടുമോ എന്നുള്ളത് നോക്കാം. കിട്ടുമല്ലോ. 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും അല്ലെ. 3, 4, 12 ആണ്. അപ്പോൾ 12ന്റെ ഒരു ഫാക്ടർ ആണ് ആര്? 3. അല്ലെങ്കിൽ 12നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. നിശേഷം എന്ന് വെച്ചാൽ എന്താണ്? ഹരിക്കുമ്പോൾ ശിഷ്ടം വരാതെ 0 ആയിട്ട് വരുന്ന പോലെ ഹരിക്കാൻ പറ്റണം. അപ്പോൾ നിശേഷം ഹരിക്കാം. 12നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാം. അല്ലെങ്കിൽ 12 എന്ന് പറയുന്നത് 3ന്റെ ഒരു ഫാക്ടറാണ്, ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ 12 ആണ് ഈ സംഖ്യകളുടെ LCM എന്ന് നമുക്ക് പറയാം. നമ്മൾ ചെയ്തപ്പോഴത്തേനും 12 തന്നെയാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സംഖ്യ അതിൽ വലുതെടുക്കുക. വലുത് ചെറിയ നമ്പറിൻ്റെ ഘടകമാണോ, ഫാക്ടർ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ അതിനെ ചെറിയ നമ്പർ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ആ വലിയ നമ്പറാണ് എന്ത്? നമ്മുടെ LCM അഥവാ ലസാഗു എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. 4, 20 ഇങ്ങനെ 2 നമ്പേഴ്സ് ഉണ്ട്. ഇതിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കാം. ഏതാണ്? 20. 20നെ 4 കൊണ്ട് പൂർണ്ണമായും നിശേഷം ഹരിക്കാൻ പറ്റും അല്ലേ. 4, 5, 20 ആണ്.
അല്ലേ? അപ്പോൾ 20നെ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നത് കൊണ്ട് 20 എന്ന് ഈ സംഖ്യകളുടെ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? അടുത്ത നമ്പർ നോക്കാം. 8, 32. 32 ആണ് വലുത് അല്ലേ? ആ 32 കൊണ്ട് 8നെ നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കുക. അല്ലെങ്കിൽ 8 കൊണ്ട് ഏതെങ്കിലും നമ്പറിനെ ഗുണിച്ചാൽ 32 കിട്ടുമോ? കിട്ടും. ഏതാണ്? 8, 4, 32 ആണ് അല്ലേ? അപ്പോൾ 8, 4, 32 ആണ്. സോ 32നെ 8 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നിശേഷം ഹരിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ 32ന്റെ ഒരു ഫാക്ടറാണ് 8. അതുകൊണ്ട് 32 ആണ് ഈ സംഖ്യകളുടെ LCM. കിട്ടിയല്ലോ? മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് 2 നമ്പർ തന്നിട്ട് അതുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ നമ്പറാണെന്ന് പറഞ്ഞു. ഇനി നിശേഷം ഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും നോക്കാം. 8, 12 അല്ലേ? 8, 12. അപ്പോൾ അതിലെ വലിയ നമ്പർ 12 ആണ്. 12നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 12നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു 8, 2, 8, 16 ആവും. അപ്പോൾ 12ൽ കറക്റ്റായിട്ട് 8 പോവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 12ന്റെ അടുത്ത ഗുണിതം എടുക്കുക. 12ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 12 12ആയിട്ട് കിടക്കുന്നത്. 2 12 എടുക്കുക. 2 12 എത്രയാണ്? 24. 12ന്റെ അടുത്ത ഗുണിതം 24 ആണ്. 24ൽ 8 കറക്റ്റായിട്ട് പോകുമോ എന്നുള്ളത് നോക്കാം. 24ൽ 8 കറക്റ്റായിട്ട് പോകുമല്ലോ. 3, 8, 24 ആണ് അല്ലേ? 3, 8, 24 ആണ്. സോ 24 ആണ് നമ്മുടെ എന്ത് LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത്. ഓക്കെ, 24 ആണ്. ഒരു സംഖ്യയിൽ പോകില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഗുണിതം എടുക്കുക. ആ ഗുണിതം ആ ചെറിയ സംഖ്യയുടെ കറക്റ്റായിട്ട് പോകുമെങ്കിൽ അതാണ് അതിൻ്റെ LCM. അടുത്ത നമ്പർ നോക്കാം. 10, 15. 10, 15. 15 ആണ് വലിയ നമ്പർ. 15നെ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ? ഇല്ല. 15ന്റെ ഫാക്ടർ ആണോ 10? അല്ല. ഒരു 10, 10, 2, 10, 20 ആവും. 15ൽ പോകില്ല, കറക്റ്റായിട്ട് പോവില്ല. അപ്പം എന്ത് ചെയ്യണം? 15ന്റെ അടുത്ത ഗുണിതം എടുക്കുക. ഒരു 15 15 ഇവിടെ കിടക്കുന്നത്. 2 15 എത്രയാവും? 30 ആവും അല്ലേ? 15ന്റെ അടുത്ത ഗുണിതം 30 ആണ്. അപ്പോൾ 30ൽ ഇനി എന്ത് ചെയ്യുക? 10 കറക്റ്റായിട്ട് പോകുമെന്ന് നോക്കാം. പോവുമല്ലോ. 3, 10, 30 ആണ്. അപ്പോൾ കറക്റ്റായിട്ട് പോകുന്നത് കൊണ്ട് ഈ 30 ആണ് എന്ത് നമ്മുടെ LCM എന്ന് പറയുന്നത്. 10ന്റെയും 15ന്റെയും LCM എന്താണ്? 30 ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. 6, 10. 6, 10 എന്ന് പറയുമ്പോൾ അതിൽ വലിയ നമ്പർ ഏതാണ്? 10 ആണ്. പക്ഷെ 10 6 കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു 6, 6, 2, 6, 12 ആവും. 10ൽ കറക്റ്റായിട്ട് പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? 10ന്റെ അടുത്ത ഗുണിതം എടുക്കുക. 10ന്റെ അടുത്ത ഗുണിതം ഏതാണ്? 20. ഒരു 10, 10, 2, 10, 20 അല്ലേ? 10, 20, 30 അങ്ങനെയാണ് പോവുക. അപ്പോൾ 10 അടുത്ത ഗുണിതം എടുത്തു. 20. 20 6ൽ കറക്റ്റായിട്ട് പോവുമോ? 20ൽ 6 കറക്റ്റായിട്ട് പോവുമോ? ഇല്ല. ഒരാറ് 6, 2, 6, 12, 3, 6, 18, 4, 6, 24 ആവും. 20ൽ കറക്റ്റായിട്ട് പോവില്ല. അപ്പോൾ എന്ത് ചെയ്യുക? അടുത്ത ഗുണിതം എടുക്കുക. 20ന്റെ അല്ല, 10ന്റെ തന്നെ അടുത്ത ഗുണിതം. 10ന്റെ ഒരു ഗുണിതം 20 ആയി. അടുത്ത ഗുണിതം എത്രയാണ്? 30 എടുക്കുക. ഇനി ഈ 30 6ൽ കറക്റ്റായിട്ട് പോകുമെന്ന് നോക്കാം. 30ൽ 6 കറക്റ്റായിട്ട് പോകുമല്ലോ. 5, 6, 30 ആണ്. അപ്പോൾ ഈ 30 ആണ് നമ്മുടെ LCM. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ എടുത്ത് വലിയ നമ്പറിൽ പോകില്ലെങ്കിൽ അതിൻ്റെ എന്താണ് അടുത്ത ഗുണിതം എടുക്കുക. ഓക്കെ, 10 ആണെങ്കിൽ 10ന്റെ അടുത്ത ഗുണിതം 20. അതിൽ പോകില്ലെങ്കിൽ അടുത്ത ഗുണിതം 30. അതിലും പോകില്ലെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത ഗുണിതം എടുക്കുക. 40 എടുക്കുക. അങ്ങനെ എടുത്ത് പോവുക. ഓക്കെ, അടുത്തത് നോക്കാം. 8, 10. ഇവിടെ ഏതാണ് വലിയ നമ്പർ? 10 ആണ് വലിയ നമ്പർ. 10 എന്ന് പറയുന്ന വലിയ നമ്പറിനെ 8 കൊണ്ട് കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു 8, 8, 2, 8 ആവുമ്പോഴത്തേനും 16 ആവും അല്ലേ? അപ്പോൾ പറ്റില്ല. അപ്പോൾ 10ന്റെ അടുത്ത ഗുണിതം എടുക്കുക. 20. 20 പോകുമോ? 8ൽ കറക്റ്റായിട്ട് പോകുമോ? ഇല്ല. 2, 8, 16, 3, 8, 24 ആവും. പോകൂല. അപ്പോൾ എന്ത് ചെയ്യുക? അടുത്ത ഗുണിതം എടുക്കുക. 30. 30 കറക്റ്റായിട്ട് പോകുമോ? 8ൽ ഇല്ല. 3, 8, 24 അല്ലേ? അപ്പോൾ ഈ 4, 8 ആകുമ്പോഴേക്കും 32 ആവും. അപ്പോൾ 30 കറക്റ്റായിട്ട് പോകില്ല. അപ്പോൾ അടുത്ത ഗുണിതം എടുക്കാം. 30 കഴിഞ്ഞ് അടുത്ത ഗുണിതം എത്രയാണ്? 40 ആണ്. 40 8ൽ കറക്റ്റായിട്ട് പോകുമോ? പോകും. 5, 8, 40 ആണ് അല്ലേ? അപ്പോൾ 8 കറക്റ്റായിട്ട് പോകും. അപ്പോൾ ഈ 40 ആണ് ഈ 8ന്റെയും 10ന്റെയും LCM എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? കിട്ടിയല്ലോ? അപ്പോൾ ഈ 2 നമ്പേഴ്സ് തന്നാലും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. തന്നിട്ടുള്ളതിൽ വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക. ചെറിയ നമ്പറിനെ
കറക്റ്റായിട്ട് അതുകൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ, നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് ചെറിയ നമ്പറിൻ്റെ ഒരു ഫാക്ടർ ആണ് എങ്കിൽ നമുക്ക് എന്താണ്, ആ വലിയ നമ്പറാണ് അതിൻ്റെ LCM എന്ന് പറയാം. വലിയ നമ്പറിൽ പോകില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഗുണിതം എടുക്കുക, അതിൽ പോകില്ലെങ്കിൽ അടുത്ത ഗുണിതം എടുക്കുക. അങ്ങനെ പോയിട്ട് എവിടെയാണോ കറക്റ്റായിട്ട് പോകുന്നത് ആ നമ്പർ ആയിരിക്കും നമ്മുടെ LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. ഇനി നമുക്ക് 3 അക്കം വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുക, 6, 18, 3 അല്ലേ, 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 2 ആകുമ്പോൾ നമ്മൾ വലുതെടുത്തു, ചെറുതിനെ കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫാക്ടർ ആണോ എന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ വലിയ നമ്പർ ആണെന്ന് പറഞ്ഞു. പോകില്ലെങ്കിൽ ഇരട്ടിയെടുത്ത് നമ്മൾ ചെയ്തു. ഇനി ഇവിടെയാണെങ്കിൽ 6, 18, 3 സംഖ്യകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെയും വലിയ നമ്പർ നോക്കാം. 18 വലിയ നമ്പർ. ആ 18 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടർ ആണോ ബാക്കി 2 നമ്പേഴ്സും എന്ന് നോക്കാം. ഒരു നമ്പർ ആയാൽ പോരാ, 2 നമ്പേഴ്സും കറക്റ്റായിട്ട് 18 പോകുമോ, അതിൻ്റെ ഫാക്ടർ ആണോ എന്നുള്ളത് നോക്കുക. പോകുമെങ്കിൽ അല്ലെങ്കിൽ ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 18 അതിൻ്റെ LCM എന്ന് പറയാം. അപ്പോൾ 6 എന്ന് പറയുന്നത് 18 കറക്റ്റായിട്ട് പോകും അല്ലേ. 6, 3, 18 3ലും പോകും അല്ലേ. 6, 3, 18. അപ്പോൾ ഈ 18 തന്നെയാണ് ഈ സംഖ്യകളുടെ LCM. 6ലും 3ലും 18 കറക്റ്റായിട്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും 18 കൊണ്ട് അല്ലേ. അപ്പോൾ 18 LCM. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 10, 15, 30. ഇവിടെ വലിയ നമ്പർ ഏതാണ്, 30 അല്ലേ. വലിയ നമ്പർ 30. ഈ 30നെ 15 കൊണ്ടും 10 കൊണ്ടും കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റുമോ, പറ്റും അല്ലേ. 15, 2, 30, 10, 3, 30. അപ്പോൾ 30 എന്ന് പറയുന്ന നമ്പറിൽ 10ഉം 15ഉം കറക്റ്റായിട്ട് പോകും. അതുകൊണ്ട് 30 ഈ സംഖ്യകളുടെ LCM. കിട്ടിയോ? അടുത്തത് നോക്കുക, 4, 9, 18 അല്ലേ. അപ്പോൾ ഇവിടെ വലിയ നമ്പർ ഏതാണ്, 18. 4, 9, 18 18 വലിയ നമ്പർ. അപ്പോൾ 18 9ഉം 4ഉം കറക്റ്റായിട്ട് പോകുമെന്ന് നോക്കാം. 18 9 പോകും അല്ലേ. 2, 9, 18. പക്ഷെ 4 പോവോ, 4ന് ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടും, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, 2 സംഖ്യയിലും ഒരുപോലെ പോകണം. അപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, 18ന്റെ അടുത്ത ഗുണിതമായ 36 എടുത്തു. 18ന്റെ അടുത്ത ഗുണിതം എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കുക. ഒരു 18 18. അടുത്ത ഗുണിതം എന്ന് പറയുമ്പോൾ 2, 18, 36. ഇനി അടുത്ത ഗുണിതം എന്ന് പറയുമ്പോൾ 3, 18. അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പം 36 എടുത്തു. 36 9ലും 4ലും കറക്റ്റായിട്ട് പോകുമെന്ന് നോക്കാം. 4ഉം 9ഉം കൂടെ ഗുണിച്ചാൽ എന്താണ്, 36 അല്ലേ. അപ്പം 4ഉം 9ഉം 36ന്റെ ഒരു ഫാക്ടർ ആയതുകൊണ്ട് 36 ഈ നമ്പേഴ്സിൻ്റെ എന്ത്, LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അടുത്ത നമ്പേഴ്സ് നോക്കാം, 2, 3, 8. അപ്പോൾ ഇവിടെ വലിയ നമ്പർ ഏതാണ്, 8 അല്ലേ. അപ്പോൾ 8ൽ 3ലും 2ലും കറക്റ്റായിട്ട് പോകുമെന്ന് നോക്കാം. 8 2ൽ പോകും, 4, 2, 8 കിട്ടും. പക്ഷെ 3ൽ പോകുമോ, ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, 8ന്റെ അടുത്ത ഗുണിതമായ 16 എടുക്കുക. 16 3ലും 2ലും പോകുമോ നോക്കാം. 2ൽ പോകും, 8, 2, 16. പക്ഷെ 3ൽ പോകുമോ, ഇല്ല. 3നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലും നമുക്ക് 16 കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, 8ന്റെ അടുത്ത ഗുണിതം എടുക്കുക. അടുത്ത ഗുണിതം എത്രയാണ്, 24 അല്ലേ. 1 8 8, 2 8 16, 3 8 24. 24 എടുക്കുക. 24 3ൽ പോകുമോ 2ൽ പോകുമോ എന്ന് നോക്കാം. 3ൽ പോകും അല്ലേ. 3 8 24. 2ലും പോകും. 12 2 24. സോ 24 ആയിരിക്കും ഈ സംഖ്യകളുടെ LCM എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് വലിയ നമ്പർ എടുക്കുക, അതിൽ പോകില്ല, കറക്റ്റായിട്ട് പോകില്ലെങ്കിൽ 2 നമ്പറും പോകുമെന്ന് നോക്കണം. പോവില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ അടുത്ത ഗുണിതം എടുക്കുക. അതിലും പോകില്ലെങ്കിൽ അടുത്ത ഗുണിതം എടുക്കുക. ഓക്കെ, ഇനി നോക്കുക, 10 20 15. 10 20 15 എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്, 20. 20 10ലും 15ലും കറക്റ്റായിട്ട് പോകുമെന്ന് നോക്കാം. 10 പോകും അല്ലേ. 10 2 20. 15 പോകും 20ൽ കറക്റ്റായിട്ട്, ഇല്ല. അപ്പം എന്ത് ചെയ്യുക, അടുത്ത എടുക്കുക. 20ന്റെ അടുത്ത ഗുണിതം എത്രയാണ്, 40 അല്ലേ. 40. ഇനി 40 10ലും 15ലും പോകുമെന്ന് നോക്കാം. 10ൽ പോകും, 4 10 40. 15ൽ പോകുമോ, ഇല്ല. അപ്പം എന്ത് ചെയ്യണം, അടുത്ത ഗുണിതം എടുക്കാം. 60. 20ന്റെ അടുത്ത ഗുണിതം ഏതാണ്, 60. 60 10ൽ കറക്റ്റായിട്ട് പോകും, 6 പ്രാവശ്യം അല്ലേ. 6 10 60. 15ൽ കറക്റ്റായിട്ട് പോകുമോ, 15ലും കറക്റ്റായിട്ട്
പോകും അല്ലേ? അപ്പോൾ 4 പ്രാവശ്യം പോകും. 15 × 4 ആണ് 60. സോ 60 ഈ സംഖ്യകളുടെ LCM എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകൾ എടുക്കുക. 2 അക്ക സംഖ്യയാണെങ്കിൽ അതിൽ വലിയ നമ്പർ നോക്കാം, ചെറിയ നമ്പറിനെ കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റും, നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ വലിയ സംഖ്യയാണ് എന്ത് LCM അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത്. ഇനി ആ ചെറിയ നമ്പറിനെ കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ അതിൻ്റെ വലിയ നമ്പറിൻ്റെ അടുത്ത ഗുണിതം എടുക്കുക. അതിനെ ഹരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് LCM. ഇനി അതിൽ പോകില്ലെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത ഗുണിതം എടുക്കുക. ഇനി 3 അക്കമാണെങ്കിലോ വലിയ നമ്പറിനെ മറ്റുള്ള 2 ചെറിയ നമ്പറും കൊണ്ട് കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വലിയ നമ്പറാണ് അതിൻ്റെ LCM. ഇനി അങ്ങനെ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത ഗുണിതം എടുക്കുക. അതിനെ 2 നമ്പറും കൊണ്ടും ഹരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് LCM. ഇനി അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത ഗുണിതം എടുക്കുക അല്ലേ? അതും പറ്റില്ലെങ്കിൽ അടുത്ത ഗുണിതം എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ LCM കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 5, 6. ഈ 5ലും 6ലും കോമൺ ആയിട്ട് പോകുന്ന ഒരു നമ്പറും ഇല്ല അല്ലേ? ഇത് എന്ത് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റായിട്ട് ഗുണിക്കാനോ ഹരിക്കാനോ ഒന്നിനും പറ്റില്ല. ഇപ്പോൾ 6 എടുത്തോ, 6ൻ്റെ അടുത്ത ഗുണിതം 12 ആണ്. 12ൽ 5 പോകുമോ? ഇല്ല. ഇനി 12 അല്ലെങ്കിൽ 18 എടുത്തു, 5 പോകുമോ? ഇല്ല. 18 കഴിഞ്ഞ് 23 എടുത്തു, 5 പോകുമോ? ഇല്ല. 23 കഴിഞ്ഞ് 28 എടുത്തു, 5 പോകുമോ? ഇല്ല. അപ്പോൾ ഏത് ഗുണിതം എടുത്താലും 5ൻ്റെയും 6ൻ്റെയും കോമൺ ഫാക്ടറായിട്ട് വരുന്നത് ഏതുമില്ല അല്ലേ? കോമൺ ഫാക്ടർ അല്ല, ഇതിനെ കറക്റ്റായിട്ട് ഹരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ പോകുന്ന സംഖ്യയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ LCM എന്ന് പറയുന്നത് 5ഉം 6ഉം കൂടെ ഗുണിക്കുന്ന 30 ആയിരിക്കും നമ്മുടെ LCM എന്ന് പറയുന്നത്. 2ഉം കൂടെ ഗുണിച്ചെഴുതുക. 2ലും കറക്റ്റായിട്ട് പോകില്ല, നിശേഷം ഹരിക്കാൻ പറ്റില്ല എന്നുള്ള കേസാണ് വരുന്നതെങ്കിൽ ആ സംഖ്യകളെ തമ്മിൽ അങ്ങോട്ട് ഗുണിച്ചെഴുതുന്നതാണ് എന്ത്? നമ്മുടെ LCM എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ LCM എന്ന് പറയുന്ന ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.